അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് മപ്പാസാണ്. നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഒരു 5 സവാള തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ 4 തക്കാളി ഇട്ടിട്ടുണ്ട്. നമുക്കത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് ഒരു 20 അല്ലി വെളുത്തുള്ളി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം, മിക്സി ഉപയോഗിച്ചിട്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയിടാം കേട്ടോ. നമുക്ക് വേവിക്കാനായിട്ട് ഒരു ചെറിയ ഉരുളി അടപ്പത്ത് വെക്കാം. ഉരുളി ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പം ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. സവാള ഇങ്ങനെ വാടി വരണ വരെ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. വാടി വരട്ടെ. ഈ ഇതൊക്കെ വെളിച്ചെണ്ണയിൽ സവാള നന്നായിട്ട് തന്നെ വാടി ഒന്ന് കഴിയുമ്പോഴാണ് അടുത്ത ചേരുവകൾ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മൾക്ക് അതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊരു പച്ചക്കുത്ത് മാറി ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു 4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇട്ട മല്ലിപ്പൊടി ഒരു നന്നായിട്ട് തന്നെ പച്ചക്കുത്ത് മാറുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒരു പച്ച ചോവ കറിയിലുണ്ടാവും. അത് വരാതിരിക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അത് ഏകദേശം നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ അത്യാവശ്യം നല്ല കളറുണ്ടാവും. എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ സാധാ മുളക് പൊടി ഒരു ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കണം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ഈ അരപ്പിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കേണ്ട. നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ ചിരണ്ടി മിക്സിയിൽ അടിച്ചെടുത്ത 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. 2-ാം പാല് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ട. അപ്പോൾ ഈ ഗ്രേവിയിൽ കുറച്ച് വെള്ളം പോരായ്മയായിട്ട് തോന്നി. നമുക്ക് കുറച്ച് വെള്ളം നമുക്ക് അടുത്തായിട്ട് ആ ഗ്രേവിക്ക് ആവശ്യത്തിന് കറിയുപ്പ് ഇട്ട് കൊടുക്കാം.
നേരത്തെ റെഡിയാക്കി പച്ചമുളക് നമ്മൾ ഇതിലേക്ക് ഇട്ട് താറാവ് നേരത്തെ ക്ലീൻ ചെയ്ത് പീസാക്കി വെച്ച കഷ്ണങ്ങൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട. അതിനുശേഷം ഒരു ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഇനി നമ്മൾക്ക് ഇത് നന്നായിട്ട് തന്നെ വേവിക്കാം. നാടൻ താറാവായതുകൊണ്ട് വേവ് കൂടുതലായിരിക്കും. ഇത് കുക്കറിൽ വേവിക്കായിരുന്നെങ്കിൽ ഇത്ര കൂടി എളുപ്പമായിരുന്നു. പക്ഷേ ഇത് നമ്മൾ ചെറിയ ഉരുളിയാണ് ഉപയോഗിച്ചേക്കണത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വേവേണ്ടതുണ്ട്. അപ്പോൾ വേവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇന്ന് വെക്കണ താറാവ് പാസ് കറിയുടെ കൂടെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെള്ളയപ്പം പാലപ്പം. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കാം. പാലപ്പം കൂടാതെ നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും വെള്ളയപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം. നമ്മളിന്ന് ചെയ്യണത് വെള്ളയപ്പം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ അതിലേക്ക് ഒരു തവി മാവ് കലക്കിയത് ഇട്ട് കൊടുക്കാം. ഇട്ടിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് പരന്നിട്ടുണ്ട്. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളയപ്പം വെന്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. നമുക്ക് അതിലേക്ക് ഒരു 50 ഗ്രാം കശുവണ്ടി അരച്ചത് നമ്മളിൽ ഒഴിച്ചു കൊടുക്കേണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ചേർത്ത് കഴിയുമ്പോൾ ഗ്രേവിക്ക് നല്ല ടേസ്റ്റും കൊഴുപ്പും ഉണ്ടാവും. കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന 1-ാം പാല് ഒഴിച്ചു കൊടുക്കുന്നു. അതും നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. ഏറ്റവും കൂടിയും ഇൻഗ്രീഡിയൻസ് ചേർത്തത് കൊണ്ട് ഇപ്പോൾ ഗ്രേവിയിൽ ഫുൾ പോരായ്മയുടെ കൂടി നമുക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇത് കൊടുക്കാം. നമുക്കൊന്ന് വേവിച്ചുകൊണ്ടിരിക്കുക. കാര്യമായിട്ടുള്ള വേവ് ഉണ്ടാവൂലേ. കൂടെ നമ്മുടെ താറാവ് പാസും പാലപ്പം വെള്ളയപ്പവും റെഡി ആയിട്ടുണ്ട്. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. സൂപ്പറായിട്ടുണ്ട്. ഗ്രേവിയുമൊക്കെ പിടിച്ച് നല്ല എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.